CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ആദിച്ചനല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ റെഡ് വോളണ്ടിയർ പരേഡിന്റെ സല്യൂട്ട് സ്വീകരണം നടന്നു. CPIMനെയും പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഭരണ സംവിധാനത്തെയും കരുത്തനായ മുഖ്യമന്ത്രിയെയും ഇല്ലാ കഥകൾ പറഞ്ഞ് ഇല്ലാതാക്കുവാനും വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസും BJPയും ഇടതുപക്ഷ വിരുദ്ധരും എല്ലാ മാധ്യമ പിന്തിരിപ്പൻ ശക്തികളുടെയും എതിർപ്പിനെയും അതിജീവിച്ചുകൊണ്ട് ജനങ്ങളെ അണിനിരത്തി രാഷ്ട്രീയം അവതരിപ്പിച്ച് ശരിയായ രാഷ്ട്രീയ രൂപീകരണം നടത്തി പാർട്ടി മുന്നോട്ടു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് ചുവപ്പ് സേന പരേഡിന്റെ സല്യൂട്ട് സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കൊട്ടിയം CPIM ഏരിയ സെക്രട്ടറി S. ഫതഹുദ്ദീൻ സംസാരിച്ചു. സ്വാഭാവികമായും ഈ പാർട്ടിയെ, കേരളത്തിലെ ഗവൺമെന്റിനെ, അതിന് നേതൃത്വം കൊടുക്കുന്ന CPMനെ, ആ CPMന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ കരുത്തനായ മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ട് ഇല്ലാത്ത കഥകളെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളും കോൺഗ്രസും BJPയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ ചേരിയുമെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് ഇടതുപക്ഷത്തെ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താൻ CPMനെ ദുർബലപ്പെടുത്തിയാൽ മതിയാകുമെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ പിന്തിരിപ്പൻ ശക്തികളുടെയും പ്രവർത്തനങ്ങളെയെല്ലാം ജനങ്ങളെ അണിനിരത്തി അവരുടെ മുന്നിൽ രാഷ്ട്രീയം അവതരിപ്പിച്ച് ആ രാഷ്ട്രീയത്തിലൂടെ ശരിയായ രാഷ്ട്രീയ രൂപീകരണം നടത്തി CPIM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെന്റും വളരെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള കേരളത്തിലെയും കൊല്ലത്തെയും എല്ലാം ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം വരുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെയും സൂചനകളായിട്ടാണ്. കോൺഗ്രസിന്റെ ഏറ്റവും ആരാധ്യനായ വിശ്വപൗരൻ എന്ന് വിശേഷിക്കപ്പെടുന്ന ശശി തരൂർ ഉൾപ്പെടെയുള്ള ആളുകൾ, ദീർഘകാലം KPCCയുടെ പ്രസിഡന്റായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള ആളുകൾ കേരളത്തിൽ ഒരു മൂന്നാം ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സാധ്യത തള്ളിക്കളയാൻ ഞങ്ങൾക്ക് പോലും കഴിയുന്നില്ല എന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിന് നേതൃത്വം കൊടുക്കുന്ന CPMഉം കഴിഞ്ഞ 8.5 വർഷക്കാലം സഖാവ് പിണറായിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെയും ഒരു നവകേരളം സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തെ ലോകത്തിന്റെ മാതൃകയാക്കി മാറ്റുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെയും അംഗീകാരമാണ് എന്ന് നമ്മുടെ പാർട്ടിയും പാർട്ടി പ്രവർത്തകരും ബഹുജനങ്ങളും ആകെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഏരിയ കമ്മിറ്റി അംഗം M. സുഭാഷ് അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി സജി കുമ്മലൂർ സ്വാഗതം പറഞ്ഞു. ഏരിയ കമ്മിറ്റി അംഗം MS. മധുകുമാർ ആശംസകൾ അറിയിച്ചു. കോൺഗ്രസ് നേതാവും ആദിച്ചനല്ലൂർ പഞ്ചായത്ത് മുൻ കുടുംബശ്രീ ചെയർപേഴ്സണുമായ വിജയ നിർമ്മല CPIMനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ആദിച്ചനല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചുവപ്പ് സേന പരേഡിന്റെ സല്യൂട്ട് സ്വീകരണ യോഗത്തിൽ CPIM ഏരിയ സെക്രട്ടറി S. ഫതഹുദ്ദീൻ പതാക നൽകി സ്വീകരിച്ചു. അംഗങ്ങളായ T. രംഗകുമാർ, S. ജോയ്, V. പ്രസാദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, എക്സ്പ്രസ് ന്യൂസ്.